الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله اتقوا الله حق تقاته يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد إن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് അസ്ബാബുകളാണ്, മറ്റേത് അഅ്മാലുകളാണ്. അസ്ബാബുകൾ മനുഷ്യർക്ക് മൊത്തത്തിലാണ് അല്ലാഹു തആല ഏൽപ്പിച്ചത്, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ. രണ്ടാമത്തത് അഅ്മാലുകളാണ്. അഅ്മാലുകൾ അല്ലാഹു തആല ഹിദായത്ത് നൽകിയ, അല്ലാഹു തെരഞ്ഞെടുത്ത മുഅ്മിനീങ്ങൾക്ക് മാത്രം നൽകുന്നതാണ് അഅ്മാലുകൾ. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അസ്ബാബുകളെ ആർക്കും ഉപയോഗിക്കാം. അതിൽ അല്ലാഹു തആല ഖൈർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഖൈർ അല്ലാഹു തആല എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യും. അധികാരം പോലെ, സമ്പത്ത് പോലെ, അതേപോലെ തന്നെ കൃഷി, അതുപോലെയുള്ള കാര്യങ്ങൾ പോലെ ഇവകളൊക്കെ അല്ലാഹു തആല ഭൂമിയിൽ മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുന്ന അസ്ബാബുകളാണ്, ഉപകരണങ്ങളാണ്, വസ്തുക്കളാണ്, ജീവിതോപാധികളാണ്. അസ്ബാബുകൾക്ക് പ്രത്യേക യോഗ്യതയൊന്നും ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതില്ല, ഒരു മനുഷ്യനായാൽ മാത്രം മതി.
യോഗ്യതയുള്ള മനുഷ്യൻ, ബുദ്ധിയും തൻ്റെ ഇടവും വിവേചന ശക്തിയുമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കയ്യിലാണ് അല്ലാഹു തആല ഇത് ഏൽപ്പിക്കുന്നത്. അധികാരവും പണവും, അൽമാലു വൽ മുൽക്ക്, അധികാരം, പണം, ഇവ രണ്ടും അസ്ബാബുകളുമായി ബന്ധപ്പെട്ടതാണ്. അധികാരത്തിലൂടെ അഅ്മാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയില്ല. അധികാരം ഉപയോഗിച്ച് അഅ്മാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയില്ല. പണം ഉപയോഗിച്ചിട്ടും അഅ്മാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയില്ല. അഅ്മാലുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് അല്ലാഹു തആല ഒന്നാമതായി വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഹിദായത്തുള്ളവരായിരിക്കണം എന്നതാണ്. ഒരാൾക്ക് അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന അഅ്മാലുകൾക്ക് അല്ലാഹു തആല ശർത്താക്കി വെച്ചത് ഹിദായത്താണ്. ഹിദായത്തില്ലാത്ത ഒരാളിൽ നിന്ന് അഅ്മാലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഹിദായത്തിൻ്റെ നേരെ എതിര് ലലാലത്താണ്. എന്നുവെച്ചാൽ ലലാലത്തിലായിരിക്കുന്ന ഒരാൾക്ക് അഅ്മാലുകൾ ഉപകരിക്കുകയില്ല. അപ്പോൾ ഹിദായത്തും ലലാലത്തും കൃത്യമായി നാം തിരിച്ചറിഞ്ഞിരിക്കണം. ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളിൽ നിന്ന്, മനുഷ്യരായ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ന്യൂനപക്ഷത്തിന് നൽകുന്ന ഔദ്യോഗിക ബഹുമതിയാണ് ഹിദായത്ത്. അല്ലാഹു തെരഞ്ഞെടുക്കണം, അല്ലാഹു തീരുമാനിക്കണം. അതെല്ലാവർക്കും ഇല്ല എന്നത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഹിദായത്ത് എല്ലാവർക്കും ഞാൻ നൽകുന്ന വിഷയമില്ല. വലൗ ശിഇനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഹിദായത്ത് നൽകട്ടെയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എൻ്റെ ദർബാറിലില്ല. അല്ലാഹുവാണ് പറയുന്നത് സൂറത്തു സജദയിൽ, വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എൻ്റെ തീരുമാനം നേരത്തെ നടപ്പിലായി പോയിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ തീരുമാനം ആ വിഷയത്തിൽ നടപ്പിലായി കഴിഞ്ഞു. എന്താണത്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും മഹാഭൂരിപക്ഷത്തെ നരകത്തിൽ കത്തിക്കാനുള്ള വിറകാക്കും എന്നത് തീരുമാനിച്ച വിഷയമാണ്. അതിനാണ് ഞാൻ അവരെ തീറ്റിപ്പോറ്റുന്നത്. നരകത്തിൻ്റെ വിറകെന്താണെന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു സാങ്കല്പിക വാചകമല്ല. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു, മനുഷ്യനെ തീറ്റിപ്പോറ്റുന്ന അല്ലാഹു, മനുഷ്യർക്ക് ആരോഗ്യവും പണവും അധികാരവും നൽകുന്ന അല്ലാഹു, ആകാശത്തിൽ നിന്ന് മഴയിറക്കി മനുഷ്യൻ്റെ ആവശ്യം തീർത്തു കൊടുക്കുന്ന അല്ലാഹു, ഭൂമിയെ വിരിപ്പാക്കി മനുഷ്യൻ സ്വസ്ഥത കൊടുക്കുന്ന അല്ലാഹു, ആകാശത്തെ മേൽക്കൂരയാക്കി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഏർപ്പാടുണ്ടാക്കി കൊടുത്ത അല്ലാഹു, വൻസല മിനസ് സമാഇ മാഅ, കുടിക്കാൻ ആവശ്യമായ, ഉപയോഗിക്കാൻ ആവശ്യമായ വെള്ളം ആകാശത്തിൽ നിന്ന് മഴയായി ഇറക്കി കൊടുത്ത അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ആവശ്യമുള്ള വിഭവങ്ങൾ ആ മഴയിലൂടെ ഉൽപ്പാദിപ്പിച്ചു തരുന്ന അല്ലാഹു. ആ അല്ലാഹു മനുഷ്യരിൽ നിന്ന് മഹാഭൂരിപക്ഷത്തെ അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം? അല്ലാഹുവിൻ്റെ മഖ്ലൂക്ക്, എല്ലാം അല്ലാഹുവിൻ്റേത്. എന്തെങ്കിലും ഒന്ന് മറ്റാരെങ്കിലും അതിൽ പങ്കുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. അത് അവരോടും കൂടി ചോദിക്കേണ്ടായിരുന്നില്ലേ അള്ളാഹ്ക്ക്? അള്ളാഹ് സ്വന്തം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കൊള്ളാവോ എന്ന് ചോദിക്കാമായിരുന്നു. അല്ലാഹു തആല പറയുന്നു, മുൽക്കിലോ അതേപോലെ തന്നെ ഖൽഖിലോ അതേപോലെ തന്നെ തദ്ബീറിലോ ആരെയും ഒന്നിനെയും എന്തിനെയും എനിക്ക് കൂട്ടുകാരായിട്ടോ പകരക്കാരായിട്ടോ അല്ലെങ്കിൽ സഹായിയായിട്ടോ, ലഹീർ സഹായിയായിട്ടോ, അല്ലെങ്കിൽ ഷഫീ ശുപാർശകനായിട്ടോ, അല്ലെങ്കിൽ വസീൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടയാളുകളായിട്ടോ ഒന്നും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പറ, ഒരു ഈച്ചയെ പോലും നിർമ്മിക്കുന്ന വിഷയത്തിൽ അല്ലാഹു അല്ലാത്ത ഒറ്റാർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ. ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കെ ഞാൻ സൃഷ്ടിച്ച സൃഷ്ടിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു യഖ്ദി വലാ യുഖ്ദാ അലൈഹി, തീരുമാനം എടുക്കാനുള്ള അവകാശം അല്ലാഹു തആലക്കാണ്. അവനിക്കെതിരായിട്ട് തീരുമാനം പറയാൻ ഈ ന്യായം അന്യായം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ മനസ്സിലാക്കണം നാം. ന്യായം അന്യായം എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ഒരു വ്യവസ്ഥിതി അനുസരിച്ച് നിയന്ത്രണം നടത്തുന്നവർക്കെതിരായിട്ട് പറയുമ്പോഴാണ് ന്യായം അന്യായം വരുന്നത്. നീതി അനീതി എന്നൊക്കെ പറഞ്ഞാൽ
നീതി അവരുടെ മുകളിൽ ഒരു നിയമമുണ്ട്. ഏത് വകുപ്പായാലും, ഭൂമിക്ക് ജീവിക്കുന്ന മനുഷ്യൻ ഏതൊരു വകുപ്പായാലും അവിടെ നീതി ആ രാജ്യക്കാരുണ്ടാക്കുന്ന നിയമ നടപടികൾക്കെതിരാകുമ്പോഴാണ് അത് അനീതിയാകുന്നത്. നിയമ നടപടികൾക്ക് അനുകൂലമാകുമ്പോഴാണ് അത് നടപടിയാകുന്നത്, നീതിയാകുന്നത്. ഇവിടെ മൃഗത്തെ സംരക്ഷിക്കാനും മൃഗത്തെ അറുക്കാൻ പാടില്ല, പൂജിക്കേണ്ട സാധനമാണെന്ന് പറയുന്നത് അവരുണ്ടാക്കിയ നിയമം. അതേ അവസരത്തിൽ മൃഗത്തെ മറ്റേതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് ഏതെങ്കിലും രാജ്യത്ത് തീരുമാനമുള്ളത് അവരുണ്ടാക്കിയ നിയമം. ഈ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അനീതിയും നീതിയും വരുന്നത്. അള്ളാഹുവിൻ്റെ മേൽ ഒരു നിയമവും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ അള്ളാഹു എന്ത് ചെയ്താലും അത് നീതിയാണ്. അനീതി അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നമില്ല. നീതിയെ നീതി എന്ന് പറയണമെങ്കിൽ അവനെ നയിക്കുന്ന ഒരു നിയമം അതിൻ്റെ മുകളിൽ വേണം. അള്ളാഹുവിന് മുകളിൽ ഒരു ആധിപത്യക്കാരൻ വേണം, അല്ലെങ്കിൽ അള്ളാഹുവിന് മുകളിൽ ഒരു നിയമനിർമ്മാണ സഭ വേണം, അല്ലെങ്കിൽ അള്ളാഹുവിന് മുകളിൽ ഒരു നിയമ വ്യവസ്ഥിതി നടപ്പിലുണ്ടാവണം. അതിനെതിരായിട്ട് അള്ളാഹു താല പ്രവർത്തിച്ചവനാവണം. അപ്പോഴാണ് അനീതിയാകുന്നത്. അതിനനുകൂലമായി താൻ ചെയ്യുമ്പോഴാണ് നീതിയാകുന്നത്. അള്ളാഹുവിൻ്റെ മേൽ അങ്ങനെ ഒരു ഭരണവ്യവസ്ഥിതിയോ ഒരു നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിയോ അങ്ങനത്തെ ഒരു പരിപാടിയും അള്ളാഹുവിൻ്റെ മുകളിലില്ല. ലൈസ ഫൗഖഹു ശൈ ഹുവൽ അവ്വൽ വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹു ബികുല്ലി ശൈഇൻ അലീം. ഹുവൽ അവ്വൽ, അല്ലാഹു തആല ആദ്യമേ ഉള്ളവനാണ്. ലാ ബിദായത ലഹു, അല്ലാഹു തആലക്ക് ഒരു തുടക്കമില്ല. ഹുവൽ ആഖിർ, അവൻ എന്നും ഉള്ളവനാണ്. ലാ നിഹായത ലഹു, അവനിക്കൊരു അറ്റമില്ല. ഹുവൽ ളാഹിർ, അവൻ ബാഹ്യമാണ്. ഫൗഖഹു ശൈ ലൈസ ഫൗഖഹു ശൈ, അവൻ്റെ മുകളിൽ ഒന്നില്ല. ബാത്തിൻ, അവൻ ബാത്തിനാണ്. അവൻ്റെ ദൂനിൽ, അവൻ്റെ താഴെ ഒന്നില്ല. അതെല്ലാം ഉപരിയിലാണ് അല്ലാഹു തആല. എല്ലാം ഉപരിയിലാണ് അല്ലാഹു തആല. തആല അല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു ഏറ്റവും ഉന്നതിയിലാണ്. അപ്പം മനുഷ്യനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഏകാധികാരം അല്ലാഹു തആലക്ക് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു റബ്ബായത്. അല്ലെങ്കിൽ നമ്മൾ റുബൂബിയത്തിനെ നിഷേധിക്കേണ്ടി വരും. അത് അല്ലാഹു ചെയ്തത് ശരിയായില്ല, അത് അല്ലാഹു തആല ചെയ്തത് ശരിയായില്ല, അത് ചെയ്തത് ശരിയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. റുബൂബിയത്ത് അംഗീകരിക്കാത്ത കാലത്തോളം ആദർശം പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, ഖാലു റബ്ബുനല്ലാ, എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുന്നവനോടാണ് നമ്മൾ നിയമം സംസാരിക്കുന്നത്. ഒരു നിരീശ്വരവാദിയോടല്ല, ഒരു ഭൗതികവാദിയോടല്ല, ഒരു സയൻസ്വാദിയോടല്ല നമ്മൾ സംസാരിക്കുന്നത്. പ്രവാചകന്മാർ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും ബുദ്ധിയും ചിന്തയും നൽകി അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തോടാണ് പ്രവാചകന്മാർ സംസാരിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്നത് യുക്തിവാദികളെ നന്നാക്കാനാണോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഇറാഖിൽ മെനക്കെട്ടത് നിരീശ്വരവാദികളെ നന്നാക്കാനാണോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലി സമൂഹത്തിൽ പരിശ്രമിച്ചത് ഭൗതികവാദികളെ നന്നാക്കാനാണോ? ഈ റസൂലുകൾ നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള റസൂലുകൾ മുഴുവനും പ്രവർത്തിച്ചത് അള്ളാഹുവാണ് ഞങ്ങളെ റബ്ബ് എന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം അള്ളാഹു അല്ലാത്ത മറ്റാരെയോ ഇടയിൽ നിർത്തുന്നവരെ നന്നാക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. റിസാലത്തിന് സയൻസുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് സയൻസിനെ വിജയിപ്പിക്കാൻ ആരും മെനക്കെടണ്ട. എന്നിട്ട് റിസാലത്തിന് സ്ഥാപിക്കാൻ, കണ്ടില്ലേ സയൻസ് അങ്ങനെയാണ്, അപ്പർ റസൂൽ പറഞ്ഞത് അങ്ങനെയാണ്. ഇതൊരു തരം നിഷേധമാണ്, ഇൽഹാദാണ്, ഭൗതികവാദമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ, തിരുസുന്ന, അതാണ് ഹിദായത്ത് നൽകപ്പെട്ടവർക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന പ്രമാണം. ആ അല്ലാഹു പറയുകയാണ്, നരകത്തിൽ ഭൂരിപക്ഷത്തെയും ഞാൻ വിറകാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്ന, മനുഷ്യരിൽ ഭൂരിപക്ഷത്തെയും. അതിനാണ് ഞാൻ അവരെ തീറ്റിപ്പോറ്റുന്നത്. ചോദ്യം ചെയ്യാൻ അവർക്കാണ് അവകാശം. ഞാൻ അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പ അബൂ താലിബിനെ നരകത്തിന്റെ വിറകാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് തീരുമാനിച്ചാൽ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അക്കാര്യത്തിൽ ഇബ്രാഹിം നബിന്റെ ബാപ്പാനെ നരകത്തിൽ വിറകാക്കാനാണ് അള്ളാഹ് തീരുമാനിച്ചാൽ ഇബ്രാഹിം നബിക്ക് അക്കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യനെ അല്ലെങ്കിൽ അതേപോലെ മോനെ നരകത്തിന്റെ വിറകാക്കാൻ അള്ളാഹു തആല ഉദ്ദേശിച്ച തീരുമാനം മാറ്റാൻ വേണ്ടി ലോകത്ത് അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇടപെടാൻ ലോകത്താരിക്കൊണ്ടെന്ന് പറ്റുമോ? നൂഹ് നബിക്ക് പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ യഹൂദി യുദ്ധക്കളത്തിൽ ക്രൂരമായി വധിച്ച വയസ്സിക്ക് മാപ്പ് കൊടുത്ത്
ആ വയസ്സിനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കാൻ അള്ളാഹ് തീരുമാനിച്ചാൽ പറ്റൂല എന്ന് പറയാൻ മുഹമ്മദ് നബിക്ക് പറ്റുമോ? മുഹമ്മദ് നബി പറഞ്ഞു നോക്കിയില്ലേ പറ്റൂല. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായി വധിച്ച വയസ്സിക്ക് മാപ്പ് കൊടുക്കേണ്ട, അവനെ ശപിക്കണോ, അവനെ നശിപ്പിക്കണോ എന്ന് പറഞ്ഞു നോക്കിയില്ലേ അള്ളാഹ് റസൂല്? അള്ളാഹ് കൂട്ടാക്കിയോ? അള്ളാഹ് കൊടുത്തില്ലേ? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നാം ഉഹദ് യുദ്ധത്തെ ഏകപക്ഷീയമായിട്ട് നയിച്ചത് അബൂ സുഫിയാനായിരുന്നില്ലേ? ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലല്ലേ ഉഹദ് യുദ്ധത്തിൽ 70ഓളം വരുന്ന സഹാബാക്കൾ ഷഹീദായത്? ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അബൂ സുഫിയാൻ അല്ലേ ആ യുദ്ധക്കളത്തിൽ വെച്ച് സഹാബാക്കളെ ചിതറിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞത് ഇന്നീ ഖത്തൽതു മുഹമ്മദ എന്ന്, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന്. സഹാബാക്കളെ ശിഥിലമാക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടായിരുന്നില്ലേ അത്? ആ അബൂ സുഫിയാനെതിരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പരാതി പറഞ്ഞില്ലേ? ഖുനൂത്തിലൂടെ, നാസിരത്തിന്റെ ഖുനൂത്ത് കഴിഞ്ഞിട്ട് ആ അബൂ സുഫിയാനെതിരായിട്ട് പരാതി പറഞ്ഞില്ലേ? എന്താണ് അല്ലാഹു തആല സമയത്ത് റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞത്? ലൈസ ലക മിനൽ അംരി ഷൈ, അത്തരം കാര്യത്തിലൊന്നും ഇടപെടാൻ നിങ്ങൾക്ക് അധികാരമില്ല മുഹമ്മദ് നബി. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം മാത്രം നിങ്ങൾ നിർവഹിച്ചോളൂ. ആരെ ഹിദായത്തിലാക്കണം, ആരെ ലലാലത്തിലാക്കണം, ആരെ സ്വർഗത്തിലാക്കണം, ആരെ നരകത്തിലാക്കണം, അത് ഞാൻ തീരുമാനിക്കേണ്ട വിഷയമാണ്, അതൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്നല്ലേ റസൂലുള്ളാഹി ഞങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്? വളരെ ഗൗരവമുള്ള വിഷയമല്ലേ കൂട്ടുകാരെ ഇത്? പിന്നെ ഈ ദുനിയാവിൽ കുറേ ആളെ സ്വർഗത്തിലേക്കാക്കാനും കുറേ ആളെ നരകത്തിലേക്കാക്കാനും നമ്മൾ തീരുമാനിച്ച സംഗതി നടക്കുമോ? നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാനേ പറ്റുള്ളൂ. ഒന്നാമത്തെ വിഷയം ഹിദായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീറ്റിപ്പോറ്റുന്ന അടിമകളിൽ നിന്നൊരു ന്യൂനപക്ഷത്തെ സെലക്ട് ചെയ്ത് അല്ലാഹു തആല അവരെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂനപക്ഷത്തിന് നൽകുന്ന മിനിമം, അതിൻ്റെ തുടക്കം, അതിൻ്റെ സ്റ്റാർട്ടിങ് യോഗ്യത ഹിദായത്താണ്. എന്താണ് ഹിദായത്ത്? അവൻ ആരെന്ത് ശ്രമിച്ചാലും അവൻ്റെ മനസ്സിൽ അല്ലാഹു അല്ലാത്ത ഒന്നും കടന്നു വരികയില്ല. ഒരു വലിയോ, ഒരു ഷെയ്ഖോ, ഒരു നബിയോ, ഒരു റസൂലോ, ഒരു ജിന്നോ, ഒരു മലക്കോ, ഒരു ബാബയോ ബീവിയോ, അല്ലെങ്കിൽ ഒരു ദേവനോ ദേവിയോ, അല്ലെങ്കിൽ ഒരു ഭഗവാനോ ഭഗവതിയോ, അല്ലെങ്കിൽ ദീനാറോ ദിർഹമോ, ഇതൊന്നും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. ഒരാൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകിയ. അപ്പോൾ ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുകയും അള്ളാഹു അല്ലാത്തവരെ ഒരു കാരണവശാലും ഏകപക്ഷീയമായി ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാർക്കുണ്ടോ അവൻ ഹിദായത്തിലാണ്. അത് ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഒരാൾ ഹിദായത്ത് കിട്ടിയ ആളാണോ അല്ലയോ എന്ന് ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനും പറ്റൂല. സ്കാനിങ് മെഷീനെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല അത് ഓരോരുത്തരും തീരുമാനിക്കണം. ഈ ഇരിക്കുന്ന ഞാൻ തീരുമാനിക്കണം. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. ലോകത്ത് നമ്മുടെ ശബ്ദം കേൾക്കുന്ന ആരായാലും അവർ സ്വയം തീരുമാനിക്കണം, എൻ്റെ അവസ്ഥ എന്താണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ഏതെങ്കിലും തങ്ങളെയാണോ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖിനെയാണോ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയനെയോ ജാറത്തെയാണോ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന ഉസ്താദിനെയാണോ എനിക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീവിയെയോ ബാവയോ ആണോ എനിക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ആണോ എനിക്ക് ഓർമ്മ വരുന്നത്, അതോ ദീനാറോ ദിർഹമോ ആണോ എനിക്ക് ഓർമ്മ വരുന്നത്? എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ നീ ലലാലത്തിലാണ്. നീ എത്ര നല്ല നിസ്കാരക്കാരനായിരുന്നാലും ശരി, നീ എത്ര നല്ല നോമ്പുകാരനും സക്കാത്തുകാരനായാലും ശരി, നീ എത്ര അജ്ജീതവനായാലും ശരി, നീ എത്ര മിസ്കിൻകാരി എത്തിക്കാരി നടത്തുന്നവനായാലും ശരി, നീ ലലാലത്തിലാണ്, ലലാലത്ത് നരകത്തിലാണ്. ഫകുല്ല ലലാലത്തിൻ ഫിന്നാർ. അതേ സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ എനിക്ക് എൻ്റെ അള്ളാഹു ഉണ്ട്, ഞാൻ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവനാണ്. ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അതിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ ഉടൻ തന്നെ പാശ്ചാത്തപിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവനാണ് ഞാൻ എന്ന് എനിക്ക് തോന്നണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നണം. നിങ്ങളെപ്പറ്റി എനിക്ക് വിധി കൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളതാണ്, എൻ്റെ മനസ്സ് എൻ്റെതാണ്. എനിക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ വല്ലാഹി നമ്മൾ ഹിദായത്തിലാണ്, വല്ലാഹി ഹിദായത്തിലാണ്. ചിലപ്പോഴൊക്കെ അഅമാലി കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ന്യൂനതകൾ വന്നെന്ന് വരാം. അഅമാലികൾ മീൻസ് ഏറ്റവും നല്ല ബില്ലാമൽ നിസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്, ഹജ്ജാണ്. പാപങ്ങൾ, കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, ഗുഹ്യഭാഗങ്ങളെ കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, ചെവി കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ എന്ന നിലയ്ക്ക് സംഭവിച്ചെന്ന് വരാം. അത് ഹിദായത്തിനെതിരല്ല, ഇസ്തിഖാമത്തിനെതിരാണത്. അത് ഇസ്തിഖാമത്ത്, അത് നിലനിന്നു പോയാൽ ഇസ്തിഖാമത്തിനെ ബാധിക്കും. ഇസ്തിഖാമത്ത് മീൻസ് ഈ ഹിദായത്ത് മരിക്കുന്നത് വരെ ലൈവായി നിൽക്കുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് ഓശാരമായി കിട്ടേണ്ടതാ. കിട്ടിക്കഴിഞ്ഞാൽ അത് മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
നമ്മുടെ ഉത്തരവാദിത്വം. അതിനാണ് അമാലുകളെ വെച്ചിരിക്കുന്നത്. അല്ലാഹു തആല അമാലുകളെ വെച്ചിരിക്കുന്നത് ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ടാണ്, ഹിദായത്തിന് വേണ്ടിയിട്ടല്ല. ഹിദായത്ത് ഓൾറെഡി അല്ലാഹു തആല പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ടതാണ് അമാലിലേക്കുള്ള. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ അടിസ്ഥാനവും മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ള ഷഹാദ അനുബന്ധവുമായത്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു, അയാളെ ഷഹാദ പൂർത്തിയായി, ഒന്നാം ഷഹാദ പൂർത്തിയായി. ഇനി അത് നിലനിന്ന് പോകണമെങ്കിൽ അയാൾ നിർബന്ധമായും രണ്ടാമത്തെ ഷഹാദ അംഗീകരിക്കണം. അപ്പം മുഹമ്മദുർ റസൂൽ അനുസരിച്ചുള്ള അമാലുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുള്ള ഹിദായത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ആയുധമാണ്. അതാണ് അമാലുകളെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നില്ലേ, ഒരാളുടെ ഷഹാദ സഹിയാണ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ്, ഈസ നബി അള്ളാഹിൻ്റെ അബ്ദും റസൂലുമാണ്, സ്വർഗവും നരകവും സത്യമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, അതിലൊരു സംശയം എനിക്കില്ല. അവനെപ്പറ്റി എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്, ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അതിന് ഒരു ലെവലേശം മിസ്കാലു ദർറ എൻ്റെ മനസ്സിൽ സംശയമില്ല, നല്ല യഖീനാണ് എനിക്ക്. അതിനെപ്പറ്റി എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ. അദ്ഖലഹുല്ലാഹു, അല്ലാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ് അൽ ജന്ന, സ്വർഗ്ഗത്തിൽ, അലാ മാ കാന മിനൽ അമൽ, അവൻ്റെ അമലുകളെ അല്ലാഹു തആല കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു കൊടുക്കും. അമലുകളെ 100% തൂക്കുന്ന പ്രശ്നം ആർക്കില്ല? പ്യൂർ മുവഹിദീങ്ങൾക്കില്ല. അല്ലാഹു അക്ബർ. അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു വലിയ ഔദാര്യമാണ് തൗഹീദ്. നമ്മൾ നിസ്സാരമായി കാണുകയില്ല. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്തി ഇസ്തിഖാമത്ത് നിലനിർത്തിക്കൊണ്ടു പോകാൻ അത് ജാഗ്രത വേണം. അതിന് നല്ല ജാഗ്രത വേണം നമുക്ക്. ഒരിക്കലും നമ്മൾ ജാഗ്രത മാറിപ്പോകാൻ പാടില്ല. കാര്യത്തിൽ വളരെ ചെറിയ ന്യൂനപക്ഷമേ ഉണ്ടാവുള്ളൂ. കുറേ ആൾക്കാരില്ല എന്നൊക്കെയാക്കിയിട്ടൊന്നും നമ്മൾ മാനസികമായി തളർന്നു പോകാൻ പാടില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, 1,00,000 മുസ്ലിമീങ്ങൾ ഉണ്ടാവും. കാരണം അത് മിനിമം യോഗ്യതയാണ് ഇസ്ലാം. അതിൽ നിന്ന് 1,000 പേര് മാത്രമേ മുഅ്മിനീങ്ങൾ ഉണ്ടാവൂ. അതിൻ്റെ ഉയർന്ന ദർജയിലുള്ളതാണ്. ആ 1000 പേരിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടുകയില്ല. ഏറി വന്ന ഒരു 10 പേരായിരിക്കും മുഹ്സിനീങ്ങൾ. അവരെയാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. കടഞ്ഞ് ഹിദായത്ത് നൽകുന്നു, എന്നിട്ട് ഷഹാദ മുതൽ അങ്ങോട്ടുള്ള ഇസ്ലാം കാര്യം 5 നൽകുന്നു, എന്നിട്ട് അവനെ കടയുന്നു, അതിലൂടെ അവനെ ഈമാനിലേക്ക് പ്രവേശിപ്പിക്കുന്നു, എന്നിട്ട് ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഈമാനുമായിട്ട് അല്ലാഹു തആല ഒരക്കുന്നു. പ്രശ്നങ്ങളിൽ അവൻ പതറിപ്പോകുന്നുണ്ടോ, അതോ അവൻ അള്ളാഹു കൊടുത്ത കരാറ് പൂർത്തിയാക്കുന്നുണ്ടോ, അങ്ങനെ ഈമാൻ യഖീനാക്കുന്നുണ്ടോ, എന്നിട്ട് അല്ലാഹു തആല പിന്നെയും അവനെ രാഗി മുത്താക്കുകയാണ്. അവനെ ഇഹ്സാൻ, അവനെല്ലാം ഞാൻ അനുവദിച്ചു കൊടുത്ത വസ്തുക്കളെയും വസ്തുതകളെയും ഒഴിവാക്കി എന്നെ മാത്രം പ്രതീക്ഷിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞ ജോലി ചെയ്യും, എന്നിട്ട് എന്നെ പ്രതീക്ഷിക്കും. അവൻ കച്ചവടം ചെയ്യും, പ്രതീക്ഷ എന്നെ. അവൻ കൃഷി ചെയ്യും, പ്രതീക്ഷ എന്നെ. മറ്റവനോ UP സ്കൂളിലുള്ളവനോ സെക്കൻഡറി സ്റ്റേജുകാരനോ അവൻ കച്ചവടം ചെയ്യും, കച്ചവടത്തിലും ആശ്രയിക്കും, അല്ലാതെ അന്നെങ്കിലേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്യും. കച്ചവടത്തെയും ആശ്രയിക്കും. കച്ചവടം സബബിനെ ആശ്രയിക്കും. അത് മുഅ്മിൻ. അനുവാദമുണ്ട്, നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന അസ്ബാബുകളെ ആശ്രയിക്കാം. പക്ഷേ ആശ്രയത്വം അതിരുകിടക്കുകയും അതിനെ പൂർണ്ണമായി അവലംബിക്കുകയും ചെയ്യുമ്പോൾ അത് ശിർക്കാണ് എന്നാണ് ഇമാമികൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അൽ ഇൽതിജാഉ ഇലൽ അസ്ബാബി ശിർക്കുൻ. വസ്തുക്കളിലേക്കും വസ്തുതകളിലേക്കും നാം പൂർണ്ണമായി ചാഞ്ഞാൽ അത് ശിർക്കായിരിക്കുമെന്ന്. എന്നാൽ അനുവദിക്കപ്പെട്ട അസ്ബാബുകളെ പാടെ ഒഴിവാക്കലോ അത് ജഹാലത്താണെന്ന് പറഞ്ഞ ഉലമാക്കൾ. അത് വിവരക്കേടാണ്. മണ്ടന്മാരെ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, എൻ്റെ അള്ളാഹ് എൻ്റെ വിശപ്പ് തീർത്ത് തരും. ഇവൻ അനുവദിക്കപ്പെട്ട അസ്ബാബുകളെ തിരസ്കരിക്കുകയാണ്. അത് ദീനല്ല. അതിനെ സംബന്ധിച്ച് ജഹാലത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഡ്ഢിത്തം, സുഫഹ. അവനിക്ക് ഇൽമും ഇല്ല, ജഹീലും ഇല്ല. അതിനേക്കാൾ താഴ്ന്ന ക്വാളിറ്റിയിലാണ് അവനുള്ളത്. ഞാൻ കച്ചവടമൊന്നും ചെയ്യുന്നില്ല, ബേദറാമക്ക് എൻ്റെ പൈസ എൻ്റെ കീശയിലെത്തും. ഇല്ല, അത് ജഹാലത്താണ്. കച്ചവടം ചെയ്യണം, പക്ഷെ ആശ്രയത്വം കച്ചവടത്തിലാകാൻ പാടില്ല. ഭയങ്കര പരീക്ഷണമാണ്. വെറുതെ പറഞ്ഞല്ല. ഖലഖൽ മൗത, മരണത്തെ നിങ്ങൾക്ക് ഞാൻ സംവിധാനിച്ചത്, വൽ ഹയാത്ത, ജീവിതത്തെയും സംവിധാനിച്ചത്, ലിയബ്ലുവക്കും, നിങ്ങളെ ശരിക്ക് പരീക്ഷിച്ച് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ്. എന്തെന്ന്? അയ്യുക്കും അഹ്സനു അമല, അയ്യുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, അമൽ ചെയ്യുമ്പോൾ ഇഹ്സാൻ പൂർത്തിയാക്കുന്നവർ. അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന് സബബിയായ അമല്, മറ്റേത് അമലിയായ അമല്. സബബിയായ അമല് ഞാൻ പറഞ്ഞ പോലെ കച്ചവടം ചെയ്യുക, കൃഷി ചെയ്യുക, ജോലി ചെയ്യുക.
അതേപോലെ തന്നെ അമൽ, മറ്റേ അമലിയായ അമല്, പിന്നെ അതെന്താണ് അമല്? ശർഈയായ അമല്, നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, അത് ശർഈയായ അമല്. മറ്റേത് കൗനിയായ അമല്, സാങ്കേതിക അമല്. രണ്ടും അമലാണ്. ഇത് രണ്ടും ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക. ഇത് രണ്ടും ചെയ്യുന്നതിനോടൊപ്പം ഇത് ചെയ്തു എന്നതിൽ ഒരു കാരണവശാലും മനസ്സിന് സംതൃപ്തിയില്ല. എൻ്റെ റബ്ബിൻ്റെ എൻ്റെ ഇടയിൽ ഈ കച്ചവടത്തിനൊരു സ്ഥാനവുമില്ല. പക്ഷെ ഞാൻ കച്ചവടം ചെയ്യുന്ന എൻ്റെ അള്ളാഹ് കൽപ്പിച്ചിട്ടാണ്. എൻ്റെ റബ്ബിൻ്റെ എൻ്റെ ഇടയിൽ ഈ പൈസക്ക് യാതൊരു സ്ഥാനവുമില്ല. ഞാൻ പൈസ സമ്പാദിക്കുന്നത് എൻ്റെ അള്ളാഹിൻ്റെ കൽപ്പന പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കണമെന്ന് ഒരു വിശ്വാസവും എനിക്കില്ല. അത് എൻ്റെ അള്ളാഹു നടത്തണം. കോടിക്കണക്കിന് സമ്പാദിച്ചവൻ്റെ കാര്യം അള്ളാഹുവാണ് നടത്തുന്നത്. 1000 സമ്പാദിക്കുന്നവൻ്റെ കാര്യം അള്ളാഹുവാണ് നടത്തുന്നത്. ഇതാണ് എൻ്റെ വിശ്വാസം. ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ. എൻ്റെ റബ്ബായ അള്ളാഹുവിൻ്റെ ഇടയിൽ ഞാൻ ഒന്നിനെയും വെക്കൂല. എൻ്റെ റബ്ബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റബ്ബ് മാത്രം. ദുനിയാവ് പറയുമ്പോൾ മാത്രം ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ടല്ലോ. ഒരു കൂട്ടുകാരനെ വഴിക്കുന്ന കണ്ടുമുട്ടി. ആ വഴിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അത് നമ്മളെ മനസ്സിൽ കയറാനാണ്. വഴിക്കുന്ന കണ്ടുമുട്ടി, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് കുറേ കൊല്ലായി കണ്ടിട്ട്, എന്തുണ്ടോ വിശേഷങ്ങളൊക്കെ സുഖമില്ല, റാഹത്തല്ലേ? റാഹത്ത, എന്താണ് ജോലിയൊക്കെ? പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഒരു പ്രയാസമുള്ളത്, എൻ്റെ ഒരു കുട്ടിക്ക് നല്ല സുഖമില്ല, കുറേ കാലമായി ചികിത്സിക്കുന്നത്. അപ്പോൾ മറ്റാൾ എന്ത് പറഞ്ഞു? സാധാരണ നാടൻ ഭാഷയിൽ, നീ വിഷമിക്കണ്ട, അല്ലാഹു യേശു, അള്ളാഹു താല മോനിക്ക് ശിഫായി കൊടുക്കും, അള്ളാഹു താല മോൻ്റെ കാര്യം നോക്കും, ഇൻഷാ അല്ലാഹ്, നീ വിഷമിക്കണ്ട. അപ്പോൾ മറ്റാൾ ഇങ്ങോട്ടുള്ളത് അയാളോടൊരു ഡയലോഗ് എന്താണ്? അള്ളാഹ് നോക്കും, എന്നാലും ഭയങ്കര അപകടം പിടിച്ചൊരു വാക്കാണത്. ഹിദായത്ത് പൊളിഞ്ഞു പോകുന്നൊരു വാക്കാണ്. ഷഹാദത്ത് ബാത്തിലേക്കുന്നൊരു വാക്കാണത്. അതോടുകൂടി എല്ലാം തകരും നമ്മൾ. അള്ളാഹ് നോക്കും, എന്നാലും അള്ളാഹു അല്ലാത്ത പിന്നെ ആര്? ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കരുത്. സാധാരണ മുസ്ലിമീങ്ങൾ ആണായാലും പെണ്ണായാലും ഉപയോഗിക്കുന്നൊരു അപകടകരമായൊരു വാക്കാണ് അള്ളാഹു. തന്നെ എന്നാലും അലിമികൾ വരെ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, എന്നാലും പിന്നെ അതൊക്കെ പിരാന്താണത്. എന്നാലുള്ള പ്രയോഗം സെലഫികൾ പോലും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സെലഫി പണ്ഡിതന്മാർ അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, എന്നാലും നമ്മൾ ചിലതൊക്കെ, നീ ചിലതൊക്കെ അള്ളാഹുവാണ് കാര്യം നടത്തുന്നത്, പിന്നെ നീ ചിലതൊക്കെ എന്താ? ഒരിക്കലും ഉപയോഗിച്ചു. ഈ എന്നാലും എന്നുള്ള വാക്ക് അള്ളാഹുമായിട്ട് ചേർന്നതല്ല. മഖ്ലൂക്ക് ഖാലിഖുമായി ബന്ധപ്പെടുമ്പോൾ എന്നാലും എന്ന പ്രയോഗം നടത്തരുത്, തമാശക്ക് പോലും. അതേ അവസരത്തിൽ കൂട്ടുകാരൻ സംസാരിച്ചു, അയാൾ ലോകം പറഞ്ഞു, അയാൾ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പം, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഒരു മോൻ ദുബൈയിലാണല്ലോ, മോൻ പൈസ അയച്ചു തരൂലേ? വേറൊരുത്ത് സൗദിയിലുണ്ട്, പിന്നെ എനിക്കെന്താ വിഷമം? ദുബൈയിലും സൗദിയിലൊക്കെ ഉണ്ട്, എന്നാലും അവിടെ ഉപയോഗിക്കാം. മഖ്ലൂക്കുമായുള്ള ചർച്ചയിൽ എന്നാലും പറ്റും. ഖാലിഖും മഖ്ലൂക്കും തമ്മിലുള്ള വ്യത്യാസം കാരണത്താൽ എന്നാലും പറ്റും. അത് ഹിദായത്തിന്റെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആലാത്തുകളെ, അസ്ബാബുകളെ എല്ലാവർക്കും ഒരുപോലെ നൽകിയിരിക്കുകയാണ്. പക്ഷെ ആ ആലാത്തുകളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അഅ്മാലുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അസ്ബാബുകളുടെ പ്രയോഗം പൂർണ്ണമാവുകയുള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഇന്നത്തെ കേരള ഭരണകൂടത്തെ സംബന്ധിച്ചാണ്. അത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, കേരള ഭരണകൂടത്തിൽ ഇതിനു മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ അഖില ലോകാടിസ്ഥാനത്തിൽ പടിഞ്ഞാറും കിഴക്കുമുള്ളവർ, പടിഞ്ഞാറുള്ളവർ അമേരിക്കൻ സാമ്രാജ്യത്വം, കിഴക്കുള്ളവർ റഷ്യൻ സാമ്രാജ്യത്വം, ഈ 2 സാമ്രാജ്യത്വ ശക്തികളും ഭൂലോകത്ത് ധാർമ്മികതയും ആത്മീയതയും ഇല്ലാതാക്കി കളയാൻ വേണ്ടിയിട്ട് കണിഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിനാണ് യുദ്ധം മുതൽ അങ്ങോട്ടുള്ള അസ്ബാബുകൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂലോകത്ത് ധാർമ്മികത ഇല്ലാതാകുക എന്നുള്ളത് അഖില ലോക ബിസിനസ് മാഫിയയുടെ ഒരു ലക്ഷ്യമാണ്. ആത്മീയതയും അതേപോലെ തന്നെ ധാർമ്മികതയും നശിക്കുന്നിടത്താണ് ബിസിനസ് കൊഴിപ്പിക്കാൻ പറ്റുക എന്ന തിരിച്ചറിവ് മധ്യകാലഘട്ടത്തിന് ശേഷം റഷ്യ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ലോകത്തിന്. ക്യാപിറ്റൽ സംവിധാനത്തിലൂടെ അമേരിക്കയും സോഷ്യലിസ്റ്റ് സംവിധാനത്തിലൂടെ റഷ്യയും 16-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ആ പരിശ്രമം ഇന്ന് ലോകം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുസ്ലിമീങ്ങളെയാണ്. കാരണം ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ ധാർമ്മിക ലോകത്തോട് പ്രസംഗിക്കുന്ന ദീൻ, ആത്മീയത ലോകത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ദീൻ. ഇന്നലെ വരെ ചെയിൻ സ്മോക്കറായിട്ട് നടന്ന ഒരുത്തൻ ഒരു ദിവസം 10 പേക്ക് 20 പേക്ക് സിഗരറ്റ് വേണം. അങ്ങനെയുള്ള ഒരുത്തൻ അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ടു, അവരൊന്നിച്ചു കൂടി അവരെ തഅലീമിലും അവരുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് തബ്ലീഗുകാരെ പോലെ
അസ്ബാബുകളിൽ നിന്ന് മാറ്റിമറിക്കാൻ തബ്ലീഗിന്റെ പരിശ്രമത്തിന് ഒരുപാട് പങ്കുണ്ട്. പക്ഷെ അത് ആഖിറത്തിലേക്ക് ഉപകരിക്കണമെങ്കിൽ അവരുടെ അഖീദ പരിശോധിക്കേണ്ടിയുണ്ട്. ഏതൊരു അമലും ആഖിറത്തിൽ ഉപകരിക്കണമെങ്കിൽ അഖീദ പരിശോധിക്കണം. പക്ഷെ ദുനിയാവിൽ അല്ലാഹു തആല അമലുകളെ പരിഗണിച്ചുകൊണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദുനിയാവിൽ അല്ലാഹു തആല അമലുകളെ പരിഗണിച്ചുകൊണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയേക്കാം. അസ്ബാബുകളെ അല്ലാഹു തആല സഹായിച്ചേക്കാം. അപ്പോ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് തെക്കൻ സാമ്രാജ്യവും കിഴക്കൻ സാമ്രാജ്യവും അതിന് അങ്ങേയറ്റത്തെ ശ്രമം മദ്യത്തിന്റെ കാര്യത്തിലും മയക്കുമരുന്നിന്റെ കാര്യത്തിലും എടുത്തത്. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് അവർ. 16-17 നൂറ്റാണ്ടിൽ തുടക്കക്കാരൻ റഷ്യയാണ്. ക്യാപിറ്റൽ വ്യവസ്ഥിതിക്കാരനായ പടിഞ്ഞാറുകാരൻ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമെന്ന് കണ്ടപ്പോഴാണ്. അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ മദ്യവും മയക്കുമരുന്നും വലിയ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കാനുള്ള മീഡിയയാക്കി മാറ്റിയെടുത്തപ്പോൾ അതിൻ്റെ ഇരയാകേണ്ടി വന്നത് ആരെന്നറിയുമോ? മുസ്ലിമീങ്ങളാണ്. നമ്മുടെ ഗൗരവത്തോടെ കാണണം. അവർക്ക് ലക്ഷ്യവും അതാണ്. കാരണം മറ്റു മതക്കാരും ഇത്തരത്തിൽ കൃത്യമായ 24 മണിക്കൂർ ടൈം ടേബിൾ വെച്ചുകൊണ്ട് ആത്മീയ പരിശുദ്ധിയും ധാർമ്മിക ബോധവും ഉണ്ടാക്കുന്ന ഒരു ദീൻ ലോകത്ത് വേറെ ഇല്ല. ആഴ്ചക്കൊരിക്കോ കൊല്ലത്തിലൊരിക്കോ എല്ലാവരെയും കൂട്ടി അവർ ഒരു മാനസികമായ പരിവർത്തനം ഉണ്ടാക്കാൻ മേൽക്കൊണ്ട് പിന്നെ അവരെ തുറന്നു വിട്ടാൽ അതിലേക്കല്ലേ പോകും. ഇതങ്ങനെയല്ല. നിസ്കരിക്കാൻ ഹയ്യാല സ്വലാ ഹയ്യാൽ ഫലാഹ് എന്ന് വിളിച്ച ഒരുത്തൻ അവൻ പള്ളിയിലേക്ക് വന്നു, അവൻ നിസ്കരിച്ചു, പുറത്തേക്ക് പോയി, അങ്ങാടി പോയി, അത് കണ്ടു, ഇത് കണ്ടു, അത് കേട്ടു, ഇത് കേട്ടു. അവൻ്റെ മനസ്സിന് കുറച്ച് ഇതെല്ലാം ആസ്വാദനമായി കുറച്ച് ലഹുവ്, കുറച്ച് ലൈബ്, കളി, ചിരിയൊക്കെ ആയിട്ട് വന്നു. അപ്പോഴാണ് അസ്രവാങ്ക് കേൾക്കുന്നത്. ഉടൻ തന്നെ എല്ലാം നിർത്തി പള്ളിയിലേക്ക് വന്നു. ഇതുവരെയുള്ളതെല്ലാം പോയി ആ സംസ്കാരത്തോടുകൂടി. സംസ്കരിച്ചിട്ടാണ് ടൗണിലേക്ക് പോയി, മാർക്കറ്റിലേക്ക് പോയി ഒരു ചായ എല്ലാം കുടിച്ച് അവിടെ പന്ത് കളിക്കുന്നുണ്ട്, അതും കണ്ട്, അപ്പുറത്ത് ഡാൻസ് കളിക്കുന്നുണ്ട്, അതും കണ്ട്, അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് അങ്ങനെ മനസ്സിന് കറ വരാൻ തുടങ്ങി. അപ്പോഴേക്കാണ് മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുന്നത്, ഹയ്യ അലസ് സ്വലാ. ഉടൻ തന്നെ പള്ളിയിലേക്ക് പോയി. ഇതുവരെയുള്ളതെല്ലാം മണി തേഞ്ഞു പോയി. ഈ രീതിയിലൊരു സംവിധാനം, അതായത് പ്രസന്റ് ട്രീറ്റ്മെന്റ് മുസ്ലിങ്ങൾക്കല്ലാതെ ലോകത്ത് വേറെ ആയിരിക്കും കിട്ടുന്നില്ല എന്ന് ഈ ശക്തികൾക്കറിയാം. പ്രസന്റ് ട്രീറ്റ്മെന്റ് അതാത് സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നൊരു സംവിധാനം. അതുകൊണ്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കുക. ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത്? വളർന്നു വരുന്ന തലമുറയുടെ ആത്മീയ ബോധത്തെ നശിപ്പിച്ച് കളയുക, വളർന്നു വരുന്ന തലമുറയുടെ ധാർമ്മിക ബോധത്തെ നശിപ്പിച്ച് കളയുക. അതിന് ഏറ്റവും നല്ല ആയുധം മയക്കുമരുന്നാണ്, മദ്യമാണ്. കൃത്യമല്ലേ കാര്യം? എവിടെയാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ ഭരണകൂടം ഒരു ധാർമ്മിക ജിഹാദിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഇനി ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ജിഹാദിൻ്റെ ആളാണെന്ന് ആരൊക്കെ പറഞ്ഞു വെക്കുമെന്ന് എനിക്കറിയില്ല. അതൊരു ജിഹാദാണ്. ഇവിടുത്തെ ധാർമ്മിക ചുരിക്കെതിരിലും ആത്മീയ നാശത്തിനെതിരിലുള്ള ഒരു ജിഹാദാണ്. അസ്ബാബുകളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കുക എന്നത് നമ്മുടെ ഭരണകൂടം ചെയ്യുന്ന ആ ഓപ്പറേഷൻ തൂഫാൻ ഉപയോഗിച്ച പദം തന്നെ നല്ല പ്രയമാണ്. കാരണം അധാർമികതയുടെ നശിപ്പിക്കാൻ അല്ലാഹു തആല ഉപയോഗിച്ചത് തൂഫാനെയാണ്. അവിടെ അല്ലാഹു തആല അധാർമികതയെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ചത് തൂഫാനെയാണ്. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം സപ്പോർട്ട് ചെയ്യുന്നു ആ വാക്കിനെ. അതൊരു തൂഫാൻ തന്നെ ആവണം. അങ്ങനെ അസ്ബാബുകൾ, അധികാരവും പണവും. ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആയുധം ഉപയോഗിക്കാനേ പറ്റുള്ളൂ, പോലീസിന് ഉപയോഗിക്കാനേ പറ്റുള്ളൂ, വസ്തുക്കളെ ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ. അതെ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ 100% അഅ്മാലുകളെ കൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ പരിശ്രമത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇവിടുത്തെ മുഅ്മിനീങ്ങളുടെ അഅ്മാലുകളെ വെച്ചിട്ടാണ് അള്ളാഹു പ്രശ്നത്തിൽ ഇടപെടുക. അസ്ബാബുകളുടെ പ്രയോഗത്തിൽ അതിൻ്റെ പ്രാഥമിക രംഗം നമുക്ക് അനുകൂലമായി കാണും. പക്ഷെ സ്ഥിരപ്പെട്ടോളണമെന്നില്ല. അത് പകുതിക്ക് നിന്നുപോകാം. അത് പകുതിക്ക് എന്തെങ്കിലും കാരണത്താൽ നിന്നുപോകാം. ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആരുടെയെങ്കിലും ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇടപെടലുകളെയോ ഭീഷണിയെയോ വഴിപ്പെട്ട് ഈ തൂഫാൻ ജിഹാദ് അതെങ്ങാനും ഇല്ലാതായി കഴിഞ്ഞാൽ ഇതിലേക്ക് 10 മടങ്ങിലേക്കാ പോവുക. അപ്പൊ ഈ അസ്ബാബുകളെ, ഈ മാലിനെയും മുൽക്കിനെയും അധികാരത്തെയും പണത്തെയും ഉപയോഗിച്ചുകൊണ്ട് അസ്ബാബുകളെ പ്രയോഗിച്ച് ഈ ഒരു ധാർമ്മിക പോരാട്ടം, ഈ ഒരു ആത്മീയ നാശത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടം, അതിന് മുഅ്മിനീങ്ങളുടെ അഅ്മാലി സപ്പോർട്ട് ഉണ്ടാവണം. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ അഅ്മാലി സപ്പോർട്ട് ഉണ്ടാവണം. മുഅ്മിനീങ്ങളുടെ മുവഹ്ഹിദീങ്ങളുടെ അഅ്മാലി സപ്പോർട്ട് ഉണ്ടാകണം. എന്താണ് അഅ്മാൽ? അസ്ബാബുകളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ
അസ്ബാബുകൾ ഉപയോഗിക്കുന്നതിൽ വിജയം കണ്ടെത്താൻ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകാൻ അള്ളാഹുവിനെ അനുകൂലമാക്കിയെടുക്കൽ അഅ്മാലുകളെ കൊണ്ടേ പറ്റുള്ളൂ. അസ്ബാബുകളെ കൊണ്ട് ഫിർഔന് ഇടപെടാൻ കഴിഞ്ഞില്ല. മൂസ നബി അഅ്മാലുകളെ കൊണ്ട് ഇടപെട്ടപ്പോൾ ഫിർഔനെ അള്ളാഹു കൈകാര്യം ചെയ്തു. നൂഹ് നബിന്റെ ഖൗമിന്റെ കാര്യത്തിൽ അസ്ബാബുകളെ കൊണ്ട് ആർക്കും ഇടപെടാൻ കഴിഞ്ഞില്ല. അവർ ജാറങ്ങളും ജാറത്തിന് മുകളിൽ ജാറങ്ങളുമായി പുരോഹിതന്മാരടക്കം എല്ലാവരും അധിക പ്രസംഗികളും അധികാരികളും അതേപോലെ തന്നെ അധർമ്മകാരികളുമായിട്ട് വളരുകയാണ്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഅ്മാലി പ്രയോഗം വന്നപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഇടപെട്ടു. നൂഹ് നബിന്റെ ഖൗമിനെ അല്ലാഹു കൈകാര്യം ചെയ്തു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യം എടുക്കുകയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടപെടൽ വന്നപ്പോൾ അല്ലാഹു തആല കൂളായിട്ട് ഫറോവയെയും അനുയായികളെയും കൈകാര്യം ചെയ്തു. ഇപ്പം കുറേ ഇങ്ങോട്ട് വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുക്കുകയും 23 കൊല്ലക്കാലങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ യോഗ്യതയുള്ള അഅ്മാലി താക്കത്തിന്റെ ആൾക്കാരെ അള്ളാഹുവിന്റെ റസൂൽ വാർത്തെടുത്തപ്പോൾ അതിനുപയോഗിച്ചുകൊണ്ട് റോമിനെയും പേർഷ്യയെയും അള്ളാഹു തആല തകർത്ത് തരിപ്പണമാക്കി ഭൂലോകം മുഴുവനും ദീനുൽ ഇസ്ലാമിന്റെ നാടാക്കിയായി. എന്താ കാര്യം? അഅ്മാലുകളെ കൊണ്ട് ഇടപെടാൻ ആൾ വേണം. ഇനി റസൂലിനെയോ ഒരു നബിയെയോ പ്രതീക്ഷിക്കാൻ നമുക്ക് വകയില്ല. ഒരു നബി വരില്ല, ഒരു റസൂൽ വരില്ല. അപ്പോൾ മുഹമ്മദ് ഈ റിസാലത്തിനെ പരിഗണിച്ചുകൊണ്ട് അഅ്മാലി താക്കത്ത് ശക്തിപ്പെടുത്തി നമ്മുടെ ഭരണകൂടത്തിന്റെ പ്രത്യേകിച്ചിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഈ ധാർമ്മിക സമരത്തിന് അനുകൂലമാക്കിയെടുക്കാൻ, അതിന് വിജയിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ ഇടപെടൽ ആവശ്യമാണ്. അത് ഭരണകൂടമല്ലേ, മതേതരത്വ ജനാധിപത്യമല്ലേ, അത് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമല്ലേ, അതിലെന്താണ് അള്ളാഹ്ക്ക് കാര്യം എന്നെങ്ങാനും ചിന്തിച്ചു പോയാൽ ഫഖദ് കഫറ, ആ സമയത്ത് അവൻ കാഫിറാവും. അഹ്ലുസുന്നയുടെ അഖീദക്കെതിരാണത്. ഫിറൗന്റെ കയ്യിൽ അധികാരം കൊടുത്തത് അള്ളാഹുവാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉപയോഗിച്ചത് അള്ളാഹുവാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് അള്ളാഹുവാണ്. ജാറത്തിന്റെ ആൾക്കാരെ നശിപ്പിച്ചത് അള്ളാഹുവാണ്. മൂസ അലൈഹിസ്സലാത്തു, അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ റിസാലത്ത് നൽകി ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. അപ്പുറത്ത് അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്തുമാരെ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ അസ്ബാബുകളെ കൊടുത്തത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തർത്തീബിനെ ഓഹരി വെക്കണ്ട. അഅ്മാലുമായി മാത്രമേ അള്ളാഹ്ക്ക് ബന്ധമുള്ളൂ, അസ്ബാബുകളുമായിട്ട് അള്ളാഹ്ക്ക് ബന്ധമില്ല. അതുകൊണ്ട് ഇന്ത്യൻ മതേതരത്വ ജനാധിപത്യ സംവിധാനം വേറെ തന്നെ ഒരു തസ്തികയാണ്, അതിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് അഖീദക്കെതിരാണ്. അതിന്റെ സുന്നയുടെ അഖീദക്കെതിരാണ്. നമ്മൾ തന്നെയാണ് ഇതിനെ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഉത്തരവാദികൾ. നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹ്, ഈ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ, ആപാലവൃദ്ധം മനുഷ്യരുടെ, അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, നിരീശ്വരവാദി ആവട്ടെ, ആരാവട്ടെ, ഈ മനുഷ്യരുടെ ഹൃദയം നിന്റെ കയ്യിലാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് സംബന്ധമായി എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ആരെത്ര കോടികൾ മുടക്കിയാലും, ആരെത്ര കോടികൾ ഇറക്കി ചെയ്താലും, ആര് എത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചാലും കൽബിന്റെ ഉടമസ്ഥൻ നീയാണല്ലോ അള്ളാഹുവേ. ആ കൽബിനെ തിരിക്കേണ്ടവൻ നീയാണല്ലോ അള്ളാഹുവേ. പോവിൽ കുത്തി നിർത്തുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ നിനക്കാണല്ലോ അവകാശം അള്ളാഹുവേ. അതിൽ സുന്ന എങ്ങനെയാണ് അള്ളാഹുവിനോട് പറഞ്ഞത്? അതിൽ സുന്ന അള്ളാഹുവിനോട് അങ്ങനെയാണ് ദുആ ചെയ്തത്. അത് യാതൊരു സംശയമില്ല. യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മതിക്കുന്നവനായ അള്ളാഹുവേ. യാ മുസല്ലിഫൽ ഖുലൂബ്, കൽബുകളെ കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവേ. തീർച്ചയായിട്ടും ആരെന്ത് ശ്രമിച്ചാലും ഇടതുപക്ഷോ വലതുപക്ഷോ മൂന്നാം കക്ഷികളോ കോടികളെ മുടക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഏർപ്പാടുകളാക്കുകയോ അങ്ങനെ എല്ലാം സജ്ജമാക്കി തെരഞ്ഞെടുപ്പിന്റെ ദിവസമാകുമ്പോഴേക്ക് കാത്തിരിക്കുകയോ ചെയ്താലും വോട്ട് ചെയ്യാൻ പോകുന്ന മനുഷ്യന്റെ കൽബ് അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് അഹ്ലുസുന്നയുടെ അഖീദയാണ്. അല്ലെങ്കിൽ പറയണം അല്ല എന്ന്. ഖുലൂബുന്നാസ് അള്ളാഹിന്റെ കയ്യിലല്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. ആ അള്ളാഹുവിനറിയാം ഇത് മാറ്റാൻ. എത്ര വലിയ ആളായ, എത്ര വലിയ ശക്തികളായാലും അവരെ കൽബിനെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ. ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹു കൊല്ലാൻ പോയതാ. അഷ്റഫുൽ ഖൽഖിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാൾ കൊടുത്തിട്ട് ഇറങ്ങിയതാ. വഴിക്കുന്ന് ഒരു സഹാബിയിൽ നിന്നാണ് കേൾക്കുന്നത്, സ്വന്തം പെങ്ങള് കുടുംബം നന്നാക്കിയിട്ട് പോരെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് കുടുംബം നന്നാക്കിയിട്ട് പോരെ, നാട് നന്നാക്കാനും മുഹമ്മദിനെ നന്നാക്കാനൊക്കെ മെനക്കെടെ. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെങ്ങള് ഫാത്തിമയുടെ ഭർത്താവ് സയ്യിദ് ബിൻ മുസയ്യിബും അതേപോലെ തന്നെ എല്ലാം ഇസ്ലാമിലേക്ക് വന്നിട്ട് മുഹമ്മദിൻ്റെ ഒക്കെയാണല്ലോ. ഇത് കേട്ടപ്പോൾ അരിശം പിടിച്ചിട്ട് നേരെ പോയത് അങ്ങോട്ടാണ്. വാതിൽ ചവിട്ടിപ്പൊളിക്കേണ്ട പരിപാടിയായിരുന്നു. അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്, ഖുർആന്റെ പാരായണം. ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ. അറബി സാഹിത്യകാരനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അറബി ഭാഷയിൽ ഭയങ്കര പാണ്ഡിത്യമുള്ള ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഖുർആന്റെ ആ വാചകത്തിൽ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. ഇത് മുഹമ്മദിന്റെ വകയല്ലല്ലോ, എല്ലാവരും പറയുന്നത് മുഹമ്മദാണ്.
മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണ്, മുഹമ്മദ് കവിയാണ്, ഇത് മുഹമ്മദിനോട് വേറെ ആരും ഉപദേശിക്കുകയാണല്ലോ. എങ്കിൽ അതേപ്പറ്റി ഒന്ന് പഠിച്ചാലെന്താ? ത്വാഹ, ഓ താഹ നബിയെ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന, നിങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് തശ്ക, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, പ്രയാസപ്പെടുത്താനല്ല. ഇല്ലാ തദിക്റത്തൻ ലിമൻ യഖ്ശ, മനസ്സിൽ ഭയവും ഭക്തിയും അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ച് ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലൊരു ഭക്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കൂ. നിങ്ങളതുകൊണ്ട് വിഷമിക്കുകയോ പ്രയാസപ്പെടുകയും ചെയ്യണ്ട. ഇതാരും അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ മെനക്കെട്ടേക്കണ്ട. ഇത്തരത്തിലുള്ള വാക്കുകൾ അള്ളാഹു നബികളോട് പറയുന്നത് ഉമറിനെ സ്വാധീനിച്ചു. ഇത് മുഹമ്മദ് ബലഹീനല്ല, മുഹമ്മദിനെ വേറെ ആരോ കൈകാര്യം ആരാണെന്ന് പഠിക്കണം. അങ്ങനെയല്ലേ അഷ്റഫുൽ ഹക്കിനെ കാണാൻ വേണ്ടി പോയതും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് അല്ലാഹു തആല ഇസ്ലാമിലേക്ക് വന്നതും. കൽബ് തിരിക്കുന്ന ആരാണ് കൂട്ടര്? അല്ലാഹുവാണ്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ കൽബ് തിരിക്കാൻ ലോകത്ത് ഏത് ശക്തിക്കാ കഴിയുക? ചിന്തിക്കാത്തത് എന്താ? അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് തന്നെ ഈ പരിശ്രമം വിജയിക്കണം, ഗവൺമെൻറ്റിൻ്റെ ഈ പരിശ്രമം വിജയിക്കണം. അതിനുവേണ്ടി നാം അള്ളാഹുവിനോട് നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്ത് ദുആ ചെയ്യണം. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭയങ്കരമായ അപകടത്തിലാണ്. പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് ജില്ല, മലപ്പുറം ജില്ല, ഈ രണ്ട് ജില്ലകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരോ പരിശ്രമിക്കുന്നത് പോലെയുണ്ട്. വളരെ ഗൗരവത്തിൽ കാണണം. ഉമ്മമാർ വലിയ പ്രയാസത്തിലാണ്, ബാപ്പന്മാർ പ്രയാസത്തിലാണ്, കുട്ടികളെ വീട്ടിന് പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. LP സ്കൂൾ, UP സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പോലും അതിൻ്റെ അടിമകളാണ്. ഇത് വലിയ അപകടമാണ്. ഇതിനെതിരായിട്ടുള്ള ഈ പോരാട്ടം, ആ പോരാട്ടം ജയിച്ചേ പറ്റൂ. പക്ഷെ അസ്ബാബുകളെ കൊണ്ടും അതേപോലെ തന്നെ അധികാരം കൊണ്ടും പണം കൊണ്ടും മാത്രം അത് ജയിക്കൂല, തുടങ്ങാനേ പറ്റുള്ളൂ. അതിന് പൂർണ്ണമായും വിജയിപ്പിക്കേണ്ടത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു താല ഈ കാര്യത്തിൽ ഇടപെടണം. എന്നിട്ട് അള്ളാഹു താല അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ, മൊത്തത്തിൽ പൊതുജനങ്ങൾ, ഏത് മതക്കാരായാലും എല്ലാവരും പ്രയാസത്തിലാണ് ഈ വിഷയത്തിൽ. എല്ലാവരും അങ്ങേയറ്റം പെൺകുട്ടികളുടെ കാര്യത്തിൽ പോലും, അതായത് 10-25 വയസ്സ് പ്രായമുള്ള മുസ്ലിം പെൺകുട്ടികളാണ് കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്ന് മാഫിയക്ക് അടിമയായി പിടിക്കപ്പെട്ട് ജയിലുകളിൽ കഴിഞ്ഞുകൂടുന്നത്. ഇത് മതസംഘടനകൾ ഇത് ഒരു വലിയ മുഖവിലക്കെടുക്കണം. പ്രസ്ഥാനങ്ങൾ ഇത് വലിയ മുഖവിലക്കെടുക്കണം. മതസംഘടനകളും പ്രസ്ഥാനങ്ങളും ഒരു ധാർമ്മിക ജിഹാദ് എന്നുള്ള നിലക്ക് ഐക്യത്തോടുകൂടി കേരളത്തിൽ ഒരു സംഘം വേണം. എന്നിട്ട് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആത്മീയ രംഗത്തും ധാർമ്മിക രംഗത്തും ചെയ്യാവുന്ന ആയുധം നമ്മൾ ഉപയോഗിക്കണം. മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി വആസാറു സഹാബ, അള്ളാഹു പറഞ്ഞത്, അള്ളാന്റെ റസൂൽ പറഞ്ഞത്, സഹാബാക്കളെ ചരിത്രം, ഇത് വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഈ ഒരു ദൗത്യം മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇവിടുത്തെ മാലോകർക്ക് മൊത്തത്തിലുള്ളതാണ്. അതിൽ മുസ്ലിമീങ്ങളായ നമുക്കുള്ള പങ്കാണ് ഏറ്റവും വലിയ പങ്ക്. മറ്റു മതക്കാരേക്കാൾ ഏറ്റവും വലിയ പങ്ക് മുസ്ലിമീങ്ങൾക്കാണ്. കാരണം മുസ്ലിമീങ്ങളാണ് 24 മണിക്കൂറിൽ ഭൂരിപക്ഷ സമയവും മനുഷ്യന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അമാലുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റു മതക്കാർക്ക് അത് കഴിയില്ല, അവർക്ക് അങ്ങനെ സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് അമാലുകളെ കൊണ്ടാണ്. തീർച്ചയായിട്ടും ലലാലത്ത് അഅ്മാലുകൾ ഇല്ലാതാകുമ്പോഴാണ്. അഅ്മാലുകളെ അടിസ്ഥാനം തൗഹീദാണ്, ഷഹാദത്താണ്. അല്ലാഹു തആല തന്നെയാണ് ആ ഷഹാദ പ്രഖ്യാപിച്ചത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. നമ്മൾ ഷഹാദ പറയുമ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ഒരു പഴങ്കഥ പോലെ തോന്നും. ആരാണ് ആദ്യത്തെ ഷാഹിദ്? ആദ്യം അഷ്ഹദു പറഞ്ഞത് ആരാണ്? അല്ലാഹുവാണ്. ഷഹിദല്ലാഹ്, അല്ലാഹ് ഷഹാദത്ത് പറഞ്ഞു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആദ്യത്തെ ഷാഹിദ് അല്ലാഹുവാണ്. എന്താണ് അല്ലാഹുവിന്റെ ഷഹാദ? നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, എന്നെ മാത്രം പരിഗണിക്കുന്നവരെ ഞാൻ കൈവിടുകയില്ല, ഞാൻ അത് ഉറപ്പ് തരുന്നു. അതാണ് ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഉലമാക്കൾ വൽ മലായിക, മലക്കുകളാണ് രണ്ടാമത്തെ ഷാഹിദുകൾ.
അള്ളാഹുവിടുത്തെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പ് പിന്നെ തരുന്നത് മലക്കുകളാണ്. അതനുസരിച്ചാണ് മലക്കുകൾ പ്രവർത്തിക്കുന്നത്. വഉലുൽ ഇൽമി, അറിവുള്ളവരും അതിന് ഷാഹിദാണ്. അങ്ങനെ അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിന്റെ വക്താക്കളെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒന്നാമത്തത് അല്ലാഹുവാണ്, പിന്നെ മലക്കുകളാണ്, പിന്നെ പ്രവാചകന്മാരാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഇതാണ് അതിനുള്ള വഴി. ഓരോരുത്തരും, ഞാനടക്കം നിങ്ങളടക്കം ഓരോരുത്തരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിനോട് അസ്ബാബുകളെ അഥവാ അധികാരത്തെയും പണത്തെയും ഉപയോഗിച്ച്, അധികാരത്തെയും നേതൃത്വത്തെയും ഉപയോഗിച്ച് പരിശ്രമിക്കുന്ന ഈ പരിശ്രമങ്ങൾക്ക് നീ ഫലം കാണിക്കുകയും അത് കേരളത്തിലെ ബഹുജനങ്ങൾക്ക് മുഴുവനും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആശ്വാസത്തിന് വക നൽകുന്നതും കൊടുക്കണമേ അള്ളാഹുവേ. ഒരു കാരണത്താലും മറ്റുള്ള അസ്ബാബുകളുടെ ഇടപെടൽ കൊണ്ട് ഇത് നിന്നുപോകാൻ അവസരം ഉണ്ടാക്കരുതേ അല്ലാ, ഇത് നീ ഏറ്റെടുക്കണേ അല്ലാ എന്ന് നമ്മൾ മുവഹിദുകൾ അവരുടെ ദുആണ് ആകാശത്തിലേക്ക് മറയില്ലാതെ എത്തുക. അതുകൊണ്ട് നമ്മുടെ ബാധ്യതയും കൂടിയാണത്, നാം അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെയും നമ്മുടെയും ഇടയിൽ ഒരു മറയില്ലാതെ, ഒന്നിൻ്റെയും മറയില്ലാതെ, ഒരു വസ്തുവില്ലാതെ നേർക്ക് നേരെ അള്ളാഹുവിൻ്റെ ദർബാറിൽ കയറി ചെല്ലാനും അള്ളാഹുവിൻ്റെ ദർബാറിൽ ആവശ്യങ്ങൾ ആവശ്യപ്പെടാനും അതിനുള്ള യോഗ്യത എനിക്കും നിങ്ങൾക്കും ലോകത്തിനും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ റസൂലിൽ മുസ്തഫ മുർത്തദ വന്നബിയിൽ മുസ്തഫ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. وقال النبي صلى الله عليه وسلم من صلى علي واحدة صلى الله بها عليه عشرا. اللهم صل وسلم على اللهم صل وسلم على سيدنا محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد. اللهم ارض عن اشرف خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادقين واردين في بيتك وبحرك وجوفك أجمعين يا رب العالمين.